സിദ്ധുവേട്ടൻ. അവൾ പതിയെ ഒന്ന് ചിരിച്ചു നോക്കി. പറയാനൊരു സുഖമൊക്കെയുണ്ട്, അവൾ മനസ്സിൽ ചിന്തിച്ചു. എന്താ താൻ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. ഇനി ഞാൻ താഴേക്ക് പൊക്കോട്ടെ? അവൻ അനുവാദം നൽകിയതും അവനൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും നടന്നു. അവളുടെ മുഖത്തെ പുഞ്ചിരി കണ്ട അവനിൽ എന്തെന്നില്ലാത്ത ഒരാശ്വാസം നിറഞ്ഞു. എന്താണെന്നറിയില്ല, പക്ഷേ ആ മുഖത്തെ പുഞ്ചിരി തന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങുന്ന വൈകിയുടെ ചുണ്ടിലും ആ പുഞ്ചിരി അതുപോലെ തന്നെ മായാതെയുണ്ടായിരുന്നു. തന്നോടുള്ള സിദ്ധുവിൻ്റെ മനോഭാവത്തിലെ മാറ്റം അവളിലും അവനോടുള്ള പ്രണയത്തിൻ്റെ വിത്ത് മുളപൊട്ടി തുടങ്ങിയിരുന്നു. സീതാമ്മയുടെ മടിയിൽ തല ചേർത്ത് വെച്ച് എന്തോ ആലോചനയിൽ കിടക്കുകയാണ് സിദ്ധു. സീതാമ്മ അവൻ്റെ തലമുടിയിൽ പതിയെ തഴുകി വിടുന്നുണ്ട്. സിദ്ധു, നീ എന്താ ആലോചിക്കുന്നത്? എവിടേക്കോ മീകൾ പായിച്ചുകൊണ്ട് സീതാമ്മ ചോദിച്ച് അവൻ്റെ മറുപടിക്കായി കാത്തു. ഒന്നുമില്ല, വെറുതെ, അവൻ പറഞ്ഞുകൊണ്ട് സീതാമ്മയുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ മനസ്സിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ സിദ്ധു? അവൻ്റെ കുറച്ചു ദിവസമായുള്ള പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കാര്യം സീതാമ്മ അപ്പോൾ തന്നെ ചോദിച്ചു. എന്ത് രഹസ്യം? അവൻ പൊടുന്നനെ മടിയിൽ നിന്നും എഴുന്നേറ്റു. അതിന് നീ എന്തിനാ സിദ്ധു ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നീയും വൈകിയും എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന്. സീതാമ്മയുടെ ചോദ്യത്തിന് അവൻ വീണ്ടും ഒന്ന് പതറി. അത് പിന്നെ അമ്മ, അതൊക്കെ അമ്മയുടെ വെറും തോന്നല. എനിക്കും വൈകിക്കും എന്ത് രഹസ്യം? അങ്ങനെ ആയാൽ മതി. അമ്മ പിന്നെ അവനെ കൂടുതലൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. എങ്കിലും അവരുടെ ഉള്ളിൽ സിദ്ധുവിൻ്റെയും വൈകിയുടെയും പരസ്പരം തമ്മിലുള്ള പെരുമാറ്റം ഒരു കരടായി തന്നെ കിടന്നു. സിദ്ധുവേട്ടാ, ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വാ. വൈഗ വന്ന് വിളിച്ചതും സിദ്ധു കട്ടിൽ നിന്നും എഴുന്നേറ്റു. വൈഗ പോകാൻ നിന്ന അവളെ അവൻ പിറകിൽ നിന്നും വിളിച്ചതും അവൾ എന്താണെന്നതുപോലെ തിരിഞ്ഞു നോക്കി. അത് പിന്നെ എന്താ സിദ്ധുവേട്ടാ? അവൻ്റെ പരിങ്ങൾ കണ്ട് അവൾ കാര്യം മനസ്സിലാകാതെ നിന്നു. അത് പിന്നെ അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് നമ്മുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ. അതിനെന്നോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ അങ്ങോട്ട് അമ്മയുടെ മുമ്പ് വെച്ച് തന്നോട് ഇത്തിരി കൂടുതൽ അടുത്തിടപഴകും. തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അവൻ അവളോട് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. കാരണം താൻ പറയുന്നത് അവൾ ഏത് രീതിയിൽ എടുക്കുമെന്നറിയില്ലല്ലോ. വൈഗ ഒരു നിമിഷം ആലോചിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല സിദ്ധുവേട്ടാ, അല്ലെങ്കിലും എനിക്ക് പറ്റില്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ. സിദ്ധുവേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൈൻ ചെയ്ത് നൽകിയതല്ലേ? അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അതൊക്കെ ശരിയാണ്, എന്നാലും ഞാൻ തന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ. ഉടമ്പടി പ്രകാരം ആ കാലാവധി തീരുവോളം താൻ എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയാണല്ലോ. അവസാനം അവളെ നോക്കി മീശ വിരിച്ചുകൊണ്ട് അർത്ഥം വെച്ചെന്ന പോലെ അവൻ പറഞ്ഞതും അവളൊന്ന് പതറി. വെപ്രാളത്തോടെ അവനെ മിഴികൾ ഉയർത്തി നോക്കിയതും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അവൻ കളിയാക്കിയെന്ന പോലെ അവളുടെ നോട്ടം കണ്ടുകൊണ്ട് ചോദിച്ചതും അവൾ അതേ വെപ്രാളത്തോടെ തന്നെ ഇല്ലെന്ന് പോലെ തലയനക്കി ശരം കണക്കെ അവിടെ നിന്നും താഴെ കോടി. അത് കണ്ടവൻ അവിടെ നിന്നും പൊട്ടിച്ചിരിച്ചുപോയി. നിമിഷങ്ങൾക്ക് ശേഷം സ്വിച്ചിട്ടതുപോലെ അവൻ്റെ ചിരി നിന്നു. എന്താണ് ഇപ്പോൾ തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നവൻ ചിന്തിച്ചു. അവളുടെ സാമീപ്യം തന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവളുടെ മുന്നിൽ എപ്പോഴും കളിയോടെയും ചിരിയോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു. വിവാഹത്തിന് മുന്നേ അവളോടൊന്ന് ചിരിച്ചുകൊണ്ടുപോലും സംസാരിക്കില്ലെന്ന് മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷേ എന്തോ അവളെ കാണുമ്പോൾ ഒരു ചിരി നൽകാതിരിക്കാനോ ഒരു വാക്കോ മിണ്ടാതിരിക്കാനോ കഴിയുന്നില്ല. അവൻ കുറച്ചുനേരം അവളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. സിദ്ധുവേട്ടാ, താഴെ നിന്നും വീണ്ടും വൈകിയുടെ വിളി വന്നതും അവൻ തൽക്കാലം ആലോചനകൾക്ക് വിരാമമിട്ടുകൊണ്ട് താഴേക്ക് പോയി. താഴേക്കിറങ്ങിയതും വൈകിയും സീതാമ്മയും സിദ്ധുവിനെ കാത്തുന്ന പോലെ മേശക്കരിയിലിരിക്കുന്നുണ്ട്. നിങ്ങൾ കഴിച്ചു തുടങ്ങിയില്ലേ? ഇറങ്ങി വരുമ്പോഴേ സിദ്ധു ചോദിച്ചു. ഇല്ല, നീ വന്നിട്ടാകാന്ന് കരുതി. കൈ കഴുകിയിരിക്കാൻ നോക്ക്. ചേച്ചി എവിടെ? എന്നും തങ്ങൾക്കൊപ്പം ഇരിക്കുന്ന ചേച്ചിയെ കാണാഞ്ഞതുകൊണ്ട് അവൻ എടുത്തു ചോദിച്ചു. അവൾ പോയടാ, അമ്മയ്ക്ക് വയ്യെന്ന്. 2 ദിവസം ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. ഒരു 2 ദിവസത്തിന് നീ ആരെങ്കിലും ഏർപ്പാട് ചെയ്യണേ സിദ്ധു. മോളെ കൊണ്ട് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയില്ല. കൈ കഴുകി വരുമ്പോൾ സീതാമ്മ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞതും സിദ്ധു ഒന്ന് മൂളി. അവനിരുന്നതും വൈകി അവന് പ്ലേറ്റ് വെച്ച് ചപ്പാത്തി ഇട്ട് കൊടുത്തു. കറിയുടെ പാത്രവും നീക്കി വെച്ച് കൊടുത്തു. സീതാമ്മയ്ക്ക് കഞ്ഞിയാണ്, അതുകൊണ്ട് തന്നെ സിദ്ധു ഇരുന്നതും അവർ കഴിച്ചു തുടങ്ങി. അവൻ കറിയൊഴിക്കിയ സമയം വൈഗ വെള്ളം നിറച്ച ഗ്ലാസ് കൂടി അവൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. അതൊക്കെ ഞാൻ എടുത്തോളാം, നീ ഇവിടെ ഇരിക്കുക, സിദ്ധു പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് കസേരയിൽ എത്തിച്ചു. ഒരു പ്ലേറ്റ് എടുത്ത് അവൾക്ക് കഴിക്കാൻ ചപ്പാത്തിയും കറിയും വിളമ്പി അവൾക്ക് മുന്നിലേക്ക് വെച്ചു. അവൻ്റെ കാട്ടേക്കൂട്ടൽ കണ്ട് വായും തുറന്നിരിക്കുകയാണ് വൈഗ. നോക്കിയിരിക്കാതെ കഴിക്കുക. അവളുടെ തലയിൽ ഒരു കിഴുക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ ആ മിഴിഞ്ഞ മുഖത്തോടെ തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങി.
സീതാമ്മയുടെ മുഖത്തും ഒരു മനോഹരമായ പുഞ്ചിരിയുണ്ടായിരുന്നു. നാളെ നമുക്ക് നിന്റെ വീട്ടിലൊന്ന് പോവാം. കൂടെ എൻ്റെ 1-2 ഫ്രണ്ട്സിനെയും കാണാനുണ്ട്. അവൻ കഴിക്കുന്നതിനിടയിൽ വൈകിയെ നോക്കി പറഞ്ഞു. നാളെ വേണ്ട, അമ്മ തനിച്ചല്ലേ ഉള്ളൂ. വൈക സിദ്ധുവിനെ നോക്കി. നിങ്ങൾ പോയിക്കോ മക്കളെ, അമ്മയ്ക്ക് കൂട്ടിന് അമ്മായിയെ വിളിക്കാം, ഒരു ദിവസത്തെ കാര്യമല്ലേ. പരിഹാരം എന്ന പോലെ സീതാമ്മ പറഞ്ഞതും സിദ്ധുവും വൈകിയും അവരെ നോക്കി. എന്നാ ഞാൻ രാവിലെ പോയി അമ്മായിയെ വിളിച്ചോണ്ട് വരാം, അവൻ പറഞ്ഞു. അതൊന്നും വേണ്ടടാ, മാമ വിളിച്ചു പറഞ്ഞാൽ ആക്കിത്തരും. മാമയെ ബുദ്ധിമുട്ടിക്കേണ്ടമ്മേ, ഞാൻ പോയിക്കോളാം, തീർപ്പ് പോലെ സിദ്ധു പറഞ്ഞതും എന്നാൽ അങ്ങനെയാകട്ടെ എന്ന പോലെ സീതാമ്മയൊന്ന് മൂളി. മതി സിദ്ധു ഏട്ടാ. അവരുടെ പ്ലേറ്റിലേക്ക് ഒരു ചപ്പാത്തി കൂടി സിദ്ധു ഇട്ടുകൊടുത്തതും അവൾ തടയാൻ ശ്രമിച്ചു. ഇതുകൂടി കഴിക്കാൻ നിന്റെ വയറ്റിൽ സ്ഥലം ഉണ്ടാവും, ഇല്ലെങ്കിൽ ബാക്കി ഞാൻ കഴിച്ചോളാം, ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചപ്പാത്തിക്ക് മുകളിലേക്ക് കറി ഒഴിച്ചു കൊടുത്തു. അമ്മയ്ക്കിനി എന്താ വേണ്ടേ, എന്തെങ്കിലും വേണോ? സിദ്ധു സീതാമ്മയുടെ പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നും വേണ്ട സിദ്ധു, ഈ കഞ്ഞി തന്നെ മതിയെന്ന് തോന്നിയ, അത് മുഴുവൻ കുടിക്കാമേ, ഒത്തിരി മരുന്ന് കുടിക്കാനുള്ളതല്ലേ, വൈക നിർബന്ധിച്ചു. വേണ്ട മോളെ, ഇനി പോകില്ല. അവർ പാത്രം അരികിൽ നിന്നും നീക്കി വെച്ചു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചു. അപ്പോഴേക്കും വൈകയും കഴിച്ചെഴുന്നേറ്റിരുന്നു. അവൾ വേഗം കൈ കഴുകി വന്ന് സീതാമ്മയ്ക്ക് കൈ കഴുകാനായി ഫിംഗർ ബൗൾ എടുത്തു നൽകി. പിന്നെ സിദ്ധുവിൻ്റെ കഴിക്കൽ കൂടെ കഴിഞ്ഞതും പാത്രങ്ങളെടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുവച്ചു. അതെല്ലാം വാഷ് ചെയ്ത് അടുക്കളയും ക്ലീൻ ചെയ്ത് വരുമ്പോൾ സീതാമ്മയുടെ മുറിയിൽ അവരുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് സിദ്ധു. സീതാമ്മ അവൻ്റെ മുടിയിലൂടെ പതിയെ തലോടി വിടുന്നുണ്ട്. വാ. മുറിക്ക് പുറത്തു തന്നെ നിന്ന് അവളെ സീതാമ്മ അകത്തേക്ക് വിളിച്ചു. ഇവിടെ കിടന്നു. അവളെ കണ്ടപാടെ കുറച്ച് നീങ്ങിക്കിടന്ന് സിദ്ധു പറഞ്ഞതും അവളൊന്ന് മടിച്ചു. വാടോ. വീണ്ടും അവൻ വിളിച്ചതും അവരെ രണ്ടുപേരെയും മുഷിപ്പിക്കേണ്ട എന്ന് കരുതി അവളും സീതാമ്മയുടെ മടിയിൽ ഓരോരം തല വെച്ച് കിടന്നു. സിദ്ധുവും വൈകിയും മുഖാമുഖമാണ് കിടക്കുന്നത്. സീതാമ്മയുടെ കൈകൾ ഇരുവരുടെയും മുടിയിലൂടെ ഒരുപോലെ തഴുകുന്നുണ്ട്. അവരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. മരുമകളായി വരുന്ന കുട്ടിക്ക് തൻ്റെ ഈ അവസ്ഥ അംഗീകരിക്കാൻ പറ്റുമോ എന്ന് പലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടവർ. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ കാലത്ത് ആവതുണ്ടെങ്കിൽ തന്നെ ആരും നോക്കില്ല. പിന്നെ തളർന്നു കിടക്കുകയാണെങ്കിൽ പറയുകയും വേണ്ടല്ലോ. പക്ഷേ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർ പോയതു മുതൽ വൈകി തന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെയാണ് നോക്കുന്നത് എന്നവർ ശ്രദ്ധിച്ചു. അവൾ സിദ്ധുവിൻ്റെയും തൻ്റെയും ഭാഗ്യമാണെന്ന് അവർ ചിന്തിച്ചു. മുഖത്തോട് മുഖം നോക്കിക്കിടന്നതും സിദ്ധുവിൻ്റെ കണ്ണുകൾ വൈകിയുടെ മുഖത്തൂടെ ഓടി നടന്നു. വിടർന്ന കണ്ണുകളും നീണ്ട മൂക്കും അല്പം വിടർന്ന ഇളം റോസ് നിറത്തിലുള്ള അധരങ്ങൾക്ക് മാറ്റുകൂട്ടാനായി മേൽചുണ്ടിന് മുകളിൽ ചെറിയൊരു സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്ന തരത്തിലുള്ള മറുവും. അവൻ്റെ മിഴികൾ കൗതുകത്തോടെ വിടർന്നു. ഇത്രയും അടുത്ത് ആദ്യമായാണ് അവളുടെ മുഖം കാണുന്നത്. അവൻ്റെ മിഴികൾ അവളിൽ നിന്നും വ്യതിചലിക്കാതെ അവളിൽ തന്നെ തറഞ്ഞു നിന്നും വൈകിയുടെ മുഖം താഴ്ന്നു. അവൻ്റെ നോട്ടം അവളിൽ നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർത്തി. അവൻ്റെ മുഖത്തേക്ക് മിഴികൾ ഉയർത്തി നോക്കാനേ അവൾക്ക് കഴിഞ്ഞില്ല. ഹൃദയം പടപട മിടിക്കുന്നുണ്ട്. അവളുടെ അധരങ്ങളിൽ തനിക്കായി നാണത്തോടെ മുട്ടിട്ട പുഞ്ചിരിയിൽ അവനൊരു നിമിഷം മതിമറന്നു നോക്കിക്കിടന്നു. അവനുള്ളിൽ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞു. വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവൻ്റെ കൈകൾ അതിനെ ലംഘിച്ചെന്നോണം അവളുടെ അധരങ്ങളെ ഒന്ന് തലോടാനായി വിരലുകൾ നീട്ടിയതും എഴുന്നേറ്റ് പോയ രണ്ടും. ഇതേ നിങ്ങൾക്ക് പ്രണയിക്കാനുള്ള സ്ഥലമല്ല. എഴുന്നേറ്റ്. ഇനി രണ്ടും മടിയിൽ കിടന്നാൽ വേറെ പലതും ചിലപ്പോൾ കാണേണ്ടി വരും എന്ന് തോന്നിയ സീതാമ്മ വേഗം തന്നെ രണ്ടിനെയും എഴുന്നേൽപ്പിച്ചു. ഞെട്ടിയെന്ന പോലെ സിദ്ധു കൈ പിൻവലിച്ചുകൊണ്ട് എഴുന്നേറ്റ് അമ്മയെ കൂർപ്പിച്ചു നോക്കി. വൈകിയും ചമ്മലോടെ എഴുന്നേറ്റു. ഒരു നിമിഷം സീതാമ്മയുടെ അരികിലാണ് കിടക്കുന്നത് എന്ന് ഇരുവരും വിസ്മരിച്ചു പോയിരുന്നു. അമ്മേ, ഇന്ന് ഞങ്ങൾ രണ്ടും ഇവിടെയാ, ചേച്ചിയില്ലല്ലോ, സിദ്ധു ചിണുങ്ങും പോലെ പറഞ്ഞു. വേണ്ട മോനെ, നിങ്ങളുടെ റൊമാൻസ് കാണാനുള്ള ത്രാണിയൊന്നും ഈ പ്രായത്തിൽ എനിക്കില്ല. രണ്ടും വേഗം വിട്ടോ. അമ്മ തനിയോ? എന്തെങ്കിലും ആവശ്യം വന്നോ? വൈക ആധിയോടെ ചോദിച്ചു. ഒരാവശ്യവും വരില്ല, മക്കൾ പോയി കിടന്നോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേ ഈ ഫോൺ ഒന്ന് വിളിച്ചാൽ നിങ്ങൾ ഓടി വരില്ലേ? അരികിലെ ഫോൺ ചൂണ്ടി പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ ഇരുവരും മൂളി. എന്നാൽ വേഗം സ്ഥലം വിട്ടോ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, സീതാമ്മ പറഞ്ഞുകൊണ്ട് കിടക്കാൻ കണ്ണടയെല്ലാം മുഖത്തുനിന്ന് ഊരിമാറ്റിയതും സിദ്ധു വേഗം അമ്മയെ കിടക്കാൻ സഹായിച്ചു. വൈക കാലിൻ ചുവട്ടിൽ കിടന്നിരുന്ന പുതപ്പും സീതാമ്മയുടെ മേലേക്ക് നേരെ വലിച്ചു കൊടുത്തു. ഇരുവരും അമ്മയോട് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് വാതിലും ചാരി ഇറങ്ങി. രണ്ടുപേർക്കും ഒരുപോലെ പേടിയുണ്ട് സീതാമ്മയെ ഒറ്റയ്ക്ക് കിടത്തുന്നതിൽ. പിന്നെ എത്ര നിർബന്ധിച്ചാലും അമ്മ ആരെയും കൂടെ കിടത്താൻ സമ്മതിക്കില്ല. വൈക മുകളിൽ മുറിയിലേക്ക് പടികൾ കയറാൻ തുടങ്ങിയതും സിദ്ധു പെട്ടെന്ന് അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു. സിദ്ധുവേട്ടാ, എന്തി കാണിക്കുന്നത്? പെട്ടെന്ന് പേടിച്ചുപോയ വൈക പറഞ്ഞതും അവൻ അവളെ നോക്കിയൊന്ന് കണ്ണുരുട്ടി. മിണ്ടരുത്, മിണ്ടിയെ ഞാൻ താഴേക്കിടും.
അവൻ അവളെ താഴേക്കിടും പോലെ കാണിച്ചതും അവളുടെ കൈകൾ അവൻ്റെ ബനിയനിൽ പിടുത്തമിട്ടു. പേടിച്ചരണ്ട മുഖത്തോടെ തൻ്റെ കയ്യിൽ കണ്ണുകൾ ഇറക്കി അടച്ചു കിടക്കുന്നവളെ അവൻ ചുണ്ടിൽ നിറഞ്ഞ ചിരിയോടെ നോക്കി പതിയെ പടികൾ കയറി തുടങ്ങി. അപ്പോൾ ഇരുവരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്നത് പരസ്പരം അടങ്ങാത്ത പ്രണയമായിരുന്നു. അവിടെ സച്ചുവിനെ അവൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു. സച്ചു ജീവിതകാലം മുഴുവൻ തൻ്റേതാകണമെങ്കിൽ കുറച്ചു ദിവസം അവളെ താൻ മനഃപൂർവ്വം അവഗണിച്ചേ പറ്റൂ എന്നവൻ ചിന്തിച്ചു. ഇപ്പോൾ മനസ്സിൽ വൈകിക്കു മാത്രമാണ് സ്ഥാനം. തന്നിലെ മുഴുവൻ പ്രണയവും അവൾക്കാണ് എന്നവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ അവളുമായി തന്നെ മുറിയിലേക്ക് കയറി അവളെ പതിയെ കട്ടിലേക്ക് ചായച്ചു കിടത്തി. അവളുടെ മുഖവും അവനോടുള്ള പ്രണയത്താൽ അവൻ നൽകുന്നതെന്തും സ്വീകരിക്കാൻ തയ്യാറെന്നതുപോലെയായിരുന്നു. അവളുടെ മനസ്സും ശരീരവും എന്തിനൊക്കെയോ കൊതിച്ചു. സിദ്ധു അവളെ പതിയെ കട്ടിലേക്ക് കിടത്തി അവളിലേക്ക് ചാഞ്ഞു. അവളുടെ മേലേക്ക് അമർന്നു കിടന്നതും അവളുടെ കൈകളും യാന്ത്രികമായി അവൻ്റെ ഉടലിനെ ചുറ്റി. വൈകിയുടെ ശരീരത്തിൽ അമർന്നു കിടന്ന സിദ്ധുവിന് തന്നിലെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരുന്നു. ഇതിൽ കൂടുതൽ എന്തൊക്കെയോ മനസ്സും ശരീരവും ആഗ്രഹിച്ചു പോകുന്നു. അവൻ വൈകിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. അവൻ്റെ കൈകൾ പതിയെ അവളുടെ ടോപ്പിൻ്റെ സ്ലിറ്റിനിടയിലൂടെ അരിച്ചു കയറി. മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ചെറുതായി തെളിഞ്ഞ് കാണുന്ന അവളുടെ അണിവയറിലേക്ക് അവൻ്റെ കണ്ണുകളും വേലുകളും ഒരുപോലെ ചലിച്ചതും വൈക പതിയെ കണ്ണുകൾ തുറന്നു. അവൻ ഞെട്ടിയെന്ന പോലെ കൈകൾ പിൻവലിച്ചു. ജാള്യത തോന്നിയ അവൻ്റെ മുഖത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞതും അത് അവൻ്റെ ചുണ്ടിലേക്കും പകർന്നു. വൈക അവനെ കണ്ണിമ വെട്ടാതെ നോക്കി. അവൻ്റെ നോട്ടവും അവളുടെ മുഖത്തേക്കായി. എന്തോ ഒരു പ്രത്യേകത. ഇരുവരുടെയും ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കുന്നുമുണ്ട്. സിദ്ധുവിൻ്റെ മിഴികൾ അവളുടെ മുഖത്തെന്തോ തേടി നടന്നതും താൻ ആഗ്രഹിച്ചതെന്തോ കണ്ടുപിടിച്ചതുപോലെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അതിലേക്ക് തന്നെ നോട്ടം തുടർന്നുകൊണ്ടിരുന്നതും അവൻ്റെ കൈകൾ വീണ്ടും യാന്ത്രികമെന്നോണം അവളുടെ ടോപ്പിനിടയിലൂടെ അണിവയറിലേക്ക് അരിച്ചു കയറി. മുഖത്തു നിന്നും കണ്ണുകൾ പറിച്ചു മാറ്റാതെ തന്നെ അവൻ്റെ വിരലുകൾ അതിൻ്റെ സഞ്ചാരപാത തേടി അലഞ്ഞു. മിനുസമാർന്ന അവളുടെ മേനിയിൽ അവൻ്റെ വിരലുകൾ തഴുകുന്ന നിമിഷം മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ ആലസ്യത്തോടെ അടഞ്ഞു. അവന് വിധേയപ്പെട്ടതുപോലെ അവൻ കീഴിൽ അവൻ നൽകുന്ന ചെറിയ അനുഭൂതിയിൽ ആലസ്യത്തോടെ കൂമ്പിയടഞ്ഞ മിഴികളുമായി വൈക കടന്നു. തനിക്ക് വിധേയപ്പെട്ട് കിടക്കുന്ന പെണ്ണിനെ അവനൊരു പുഞ്ചിരിയോടെ നോക്കി. അവൻ്റെ വിരലുകൾ അവളുടെ പൊക്കിൾ ചുഴിയുടെ ആഴമളന്നതും അവളൊന്നു ഏങ്ങി. ആ ഗർത്തം അവനിലെ സിരകളെ ചൂട് പിടിപ്പിച്ചു തുടങ്ങി. ഉയർന്ന ശ്വാസോച്ഛ്വാസത്തോടെ അവളുടെ മാറിടങ്ങൾ ഉയർന്നു താഴ്ന്നതും സിദ്ധുവിനും അവനിൽ ഉണരുന്ന വികാരങ്ങളെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ഇടവിട്ടുള്ള ശ്വാസോച്ഛ്വാസങ്ങൾ മാത്രം തിങ്ങി നിറഞ്ഞ മുറി. AC-യുടെ തണുപ്പിലും ഇരുവരും വിയർക്കുവാൻ തുടങ്ങി. മനസ്സിലെവിടെയോ തോന്നിയ ഉൾപ്രേരണയാൽ സിദ്ധുവിൻ്റെ മുഖം അവളുടെ വിറയ്ക്കുന്ന അധരങ്ങളെ ലക്ഷ്യമായി നീങ്ങി. അവൻ്റെ നെഞ്ച് അവളുടെ മാറിടങ്ങളെ അമർത്തിക്കൊണ്ട് അവളുടെ മുഖത്തോടടുത്തു. വൈകിയിൽ പരവേശം നിറഞ്ഞു. അവനെ എതിർക്കാൻ കൈകൾ ചലിക്കുന്നില്ല. അവനിലെ ഭാരം മുഴുവൻ അവൾക്ക് നൽകിക്കൊണ്ട് അവൻ അവളുടെ അധരങ്ങളെ തൊട്ടില്ല എന്ന പോലെ നിന്നതും വൈകിയുടെ മിഴികൾ പതിയെ കൂമ്പിയടഞ്ഞു. അവളുടെ കൈകൾ യാന്ത്രികമെന്നോണം അവനെ വരിഞ്ഞു മുറുക്കിയതും അവൻ്റെ കൈകളും അവളെ പുണർന്നുകൊണ്ട് അവളിലെ അധരങ്ങളിലെ മധുനുകരാൻ വെമ്പിയെന്നോണം അവളുടെ അധരത്തിൽ പതിയെ അവൻ്റെ അധരങ്ങൾ കൊണ്ടുവന്ന് തഴുകി. അവളുടെ മിഴിയൊന്നു വെട്ടിയതും പൊടുന്നനെ അവൻ അവളുടെ അധരങ്ങളെ തൻ്റേതാക്കി മാറ്റി.